أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب وللكافرين عذاب مهين. وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين. സ്ലൈഡ് മാറിപ്പോയിരുന്നു തോന്നുട്ടോ. ഇപ്പോഴാണ് സ്ലൈഡ് കറക്റ്റ് ആയിട്ട് വന്നത്. ഞാൻ ഓതിയത് 90-91. എത്ര ദുഷിച്ച രീതിയിലാണ് അവർ സ്വയം സംതൃപ്തി അടയുന്നത്. അള്ളാഹു അവന്റെ പ്രവാചകത്വവും ദിവ്യബോധനവുമാകുന്ന അനുഗ്രഹം അവന്റെ അടിമകളിൽ താൻ ഇച്ഛിക്കുന്നവർക്ക് നൽകി എന്നതിന്റെ പേരിൽ മാത്രമാകുന്നു അള്ളാഹു അവതരിപ്പിച്ച സന്മാർഗം സ്വീകരിക്കാൻ അവർ വിസമ്മതിച്ചത്. അതിനാൽ അവർ കോപത്തിനുമേൽ കോപത്തിന് അർഹരായിരിക്കുന്നു. ഇത്തരം നിഷേധികൾക്കുള്ളതല്ലോ അതിനിന്ദ്യമായ ശിക്ഷകൾ. അള്ളാഹു അവതരിപ്പിച്ചതിൽ വിശ്വസിക്കുവിൻ എന്നും പറഞ്ഞാൽ അവർ പറയുന്നു, ഞങ്ങൾക്ക്, അതായത് ഇസ്രായേല്യർക്ക് ഇറക്കപ്പെട്ടതിൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കൂ. അതിനപ്പുറമുള്ളതിനെ അവർ നിഷേധിക്കുന്നു. അത് നേരത്തെ അവരുടെ പക്കലുള്ള പാഠങ്ങളെ ശരിവെക്കുന്നതും ദൃഢീകരിക്കുന്നതുമായ സത്യമായിട്ടും ആവട്ടെ. എന്നാൽ അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് ഇറക്കപ്പെട്ട പാഠങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതിലർത്ഥം ബ്രേക്ക് ആയിട്ടുണ്ട് കുറച്ച്. ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹി മിൻ ഖബ്ലു, നിങ്ങൾ എന്തിനാണ് പ്രവാചകന്മാരെ കൊലപ്പെടുത്തിയിരുന്നത്? മിൻ ഖബ്ലു, മുമ്പ്. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. അതായത് സൂറത്ത് ബഖറയിലെ 90-91 ആയത്തുകളാണ് ഞാനിപ്പോ ഓതിയത്, അതിന്റെ അർത്ഥം വായിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 89-ാമത്തെ ആയത്ത് മാത്രം പറഞ്ഞു നിർത്തിയിരുന്നു. 90 നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. 89-ാമത്തെ ആയത്തില് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ ഈ ഒരു കൂടിയിരുത്തും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന വിജ്ഞാനം ജീവിതത്തിൽ പകർത്തി വിജയം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 89-ാമത്തെ ആയത്തില് നമ്മൾ പറഞ്ഞിരുന്നത് അള്ളാഹുവിങ്കിൽ നിന്ന് വന്നെത്തിയ വേദത്തോട് അവരുടെ നിലപാട് എന്തായിരുന്നു എന്നായിരുന്നു. അതായത് അവർക്കത് വന്നിട്ടും അവര് മദീനയിലുള്ള മുസ്ലിങ്ങളുമായിട്ട് എപ്പോഴും അവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ഒരു വാദം, ജൂതന്മാരുടെ ഒരു വാദം, ഞങ്ങളിൽ നിന്ന് ഒരു പ്രവാചകനും കൂടി വരാനുണ്ട്, ആ പ്രവാചകനൊന്ന് വരട്ടെ, എന്നിട്ട് വേണം നിങ്ങളെ തോൽപ്പിക്കാൻ എന്ന് അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അവർ വിജയത്തിന് വേണ്ടി, അതായത് ആ ഒരു പ്രവാചകൻ വന്നിട്ട് തങ്ങൾക്ക് വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പ്രവാചകന്റെ ആഗമനവും ഈ ഖുർആന്റെ ഇറക്കമൊക്കെ വരുന്നത്.
അപ്പൊ അവർക്ക് അറിയുന്ന അവർ നല്ല സുപരിചിതനായ ആ പ്രവാചകൻ വന്നപ്പോൾ അവരെന്തായി അറഫു എന്ന് പറയുന്നത് അവർക്ക് നന്നായി അറിയുന്ന ഒരു പ്രവാചകൻ അല്ലെങ്കിൽ വേദഗ്രന്ഥ ഖുർആൻ അദ്ദേഹം കൊണ്ടുവന്ന ഖുർആൻ അവരിലേക്ക് വന്നപ്പോൾ കഫറു ബിഹി അവരതിനെ നിഷേധിക്കാറുണ്ട്. ഫലാനത്തുല്ലാഹി അലൽ കാഫിരീൻ, അപ്പോൾ കാഫിര്യങ്ങൾക്ക് മേലെ അള്ളാഹുവിന്റെ ലാനത്ത് അതായത് ശാപം ഉണ്ടായിരുന്നു. പിന്നീട് അടുത്ത ആയത്തിൽ പറയുന്നത് ബിസമഷ്തറൗ ബിഹി, ഇന്നത്തെ ക്ലാസ് 90-ാമത്തത്. ബിസമഷ്തറൗ ബിഹി അൻഫുസഹും മയക്ഫുറു ബിമാ അൻസലല്ലാഹു ബഗയൻ അൻ യുനസ്സിലല്ലാഹു മിൻ ഫദ്ലിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി ഫബാഉ ബിഗദബിൻ അലാ ഗദബ് വലിൽ കാഫിരീന അദാബും മുഹീൻ. നിങ്ങൾ ഖുറാനിലേക്ക് നോക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എന്താക്കണം, സ്ലൈഡിലേക്ക് നോക്കണം കേട്ടോ. ഞാൻ വായിക്കുമ്പോൾ സ്ലൈഡിലേക്ക് കണ്ണ് നട്ട് ഇരിക്കണം. നിങ്ങൾക്ക് അറിയാലോ അല്ലെ, നമുക്ക് നോക്കിയാൽ പ്രതിഫലം ലഭിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഖുറാനിലേക്ക് നോക്കിയാൽ പ്രതിഫലം ഉണ്ട്, അതുപോലെ തന്നെ കാബ നോക്കിയിരുന്ന പ്രതിഫലമുള്ള കാര്യമാണ്. അപ്പോ ഖുറാനിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ പഠിച്ചാലേ നമുക്കത് മനസ്സിലേക്ക് പതിയുള്ളൂ. അപ്പൊ ബിസമഷ്തറോ, അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു അവന്റെ പ്രവാചകത്വവും ദിവ്യബോധനമാകുന്ന ആ ഒരു വാക്ക് അവിടെ ഇല്ല. അള്ളാഹു അവന്റെ അനുഗ്രഹം അവന്റെ അടിമകളിൽ താൻ ഇച്ഛിക്കുന്നവർക്ക് നൽകി എന്നതിന്റെ പേരിൽ മാത്രമാകുന്നു അള്ളാഹു അവതരിപ്പിച്ച സന്മാർഗം സ്വീകരിക്കാൻ അവർ വിസമ്മതിച്ചത്. ആരാണ് ഈ അവർ? ബനു ഇസ്രായേല്. അതിനാൽ അവർ കോപത്തിനുമേൽ കോപത്തിന് അർഹരായിരിക്കുന്നു. ഇത്തരം നിഷേധികൾക്കുള്ളതല്ലോ നിന്ദ്യമായ ശിക്ഷകൾ. ഇത് പറയുന്നത് പ്രവാചകൻ അള്ളാഹു നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി തെരഞ്ഞെടുത്തപ്പോൾ അള്ളാഹു തെരഞ്ഞെടുത്തതാണ് ആ പ്രവാചകൻ. എവിടെ നിന്ന് വരണം, ഏത് ഗോത്രത്തിൽ നിന്നാവണം, ഏത് സന്താന പരമ്പരയിൽ നിന്നാകണം എന്നൊക്കെ അള്ളാഹുവിന്റെ ഇച്ഛക്കനുസരിച്ച് അള്ളാഹു തെരഞ്ഞെടുക്കുന്നതാണ്. അപ്പൊ ആ ഒരു അത് ശരിക്കും പ്രവാചകത്വം ദിവ്യബോധനം കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ അനുഗ്രഹമാണ്. അള്ളാഹു ഓരോ ആളുകളെ അതിനുവേണ്ടി സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹം അവരിലേക്ക് വരികയാണ് ഈ പ്രവാചകനായ ഒരാളെ തെരഞ്ഞെടുക്കുന്നതിലൂടെ. അപ്പൊ ആ ഒരു അനുഗ്രഹം ആർക്ക് നൽകണമെന്ന്, തന്റെ അടിമകളിൽ എല്ലാവരും തന്റെ അള്ളാഹുവിന്റെ അടിമകളാണ് ഈ ലോകത്തിൽ. അപ്പൊ അതിൽ ആർക്ക് തന്റെ ഈ അനുഗ്രഹം, വലിയ അനുഗ്രഹം നൽകണമെന്ന് അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അത് തെരഞ്ഞെടുത്തു എന്നതിന്റെ പേരിലാണ് ഇവർ ഈ പ്രവാചകനെ അംഗീകരിക്കാതിരുന്നത്. അതായത് അവർക്ക് അള്ളാഹുവിനോട് ഉള്ള ഒരു വിമർശമല്ല, മറിച്ച് അവരുടെ ഈഗോ, ബഗയൻ എന്ന് പറയുന്നത് ശരിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലുള്ള ആ ഒരു അമർഷം, ഈഗോ കാരണമാണ് അവർ അംഗീകരിക്കാതിരുന്നത്. ഈ ബഗയ എന്ന് പറയുന്നത് നമ്മളിപ്പോ, അതായത് ഇപ്പോഴത്തെ ഇതിൽ നമ്മൾ ഈഗോ എന്ന് പറയൂലേ, അതാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. അതായത് ഞങ്ങളിൽ നിന്ന് വരുമെന്ന് വിചാരിച്ച ആ പ്രവാചകൻ അവരിൽ നിന്ന്, അറബികളിൽ നിന്ന് വന്നപ്പോൾ അവരുടെ ഈഗോ അവർക്കത് സമ്മതിക്കാൻ സാധിച്ചില്ല, അവർക്ക് സമ്മതിക്കാൻ അവരുടെ മനസ്സ് അനുവദിച്ചില്ല. അപ്പൊ അതാണ് ഈ ഒരു ആയത്തിലൂടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ കോപത്തിനുമേൽ പാത്രമായി കാഫിര്യങ്ങൾക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്. ഇനി വാക്കർത്ഥത്തിലേക്ക് പോവാട്ടോ. അപ്പൊ കുറച്ചും കൂടി ഈ ആയത്ത്, നമ്മൾ ഖുറാൻ പഠിക്കുമ്പോൾ ആയത്ത് നല്ല തറവായിരിക്കണം. നമ്മള് ഈ ആയത്തും അതിന്റെ അർത്ഥവും നന്നായി തറവായാലും നമുക്ക് വിശദീകരണം കൂടുതൽ മനസ്സിലാവുള്ളൂ. നോക്കിക്കോളൂ. ബിസമ എന്ന് പറയുന്നത്, ബിസ എന്ന് പറയുന്ന ചീത്ത എന്നർത്ഥം. ബിസ എന്ന് പറയുന്ന ചീത്ത അല്ലെ. ഫബിസമ അങ്ങനെ കുറെ ഖുറാനിൽ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് ബിസ എത്ര ചീത്തയാണുള്ളത്. അപ്പൊ ഇവിടെ മാ എന്ന് ഉപയോഗിക്കുമ്പോ എത്ര ചീത്ത എന്നുള്ള അർത്ഥമാണ്. ബിസമ എന്ന് പറയുമ്പോ ഇവിടെ നോക്കൂട്ടോ, ഈ ബിസമ എന്നുള്ളത് സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ പറയാറില്ലേ, ഹൗ ബാഡ്, അല്ലെങ്കിൽ സാധാരണ ചില സാധനങ്ങൾ എന്തൊരു ബ്യൂട്ടിഫുൾ, അല്ലാതെ നല്ല ഭംഗിയുണ്ട് എന്ന് പറയുന്നതിൽ ഒരു എന്താ പറയാ എക്സ്ക്ലമേഷൻ മാർക്ക് വെച്ചിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് എന്തൊരു ഭംഗി. അത് ബാക്കി പറയണ്ട, ആ ബാക്കി സെന്റൻസ് പൂർത്തിയാക്കേണ്ടതില്ല അല്ലെ. അപ്പൊ എന്തൊരു ചീത്ത, അത്ര മതി. അപ്പൊ ആ ഒരു പ്രയോഗമാണ് ബിസമ, എത്ര ചീത്ത, എത്ര ചീത്ത എന്ന് പറയും, എന്ത് ചീത്ത അല്ലെ, അങ്ങനെ പറയുന്ന പ്രയോഗമാണ് ബിസമ. ബിസ എന്നുള്ളതാണ് ചീത്ത, മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ള അർത്ഥം. ബിസമ എത്ര ചീത്ത, അല്ലെങ്കിൽ എന്ത് ചീത്തയാണ്. ഇഷ്തറൗ അവർ വിത്ത് വാങ്ങി, അവർ വാങ്ങി എന്നുള്ളതാണ്. ഇഷ്തറ എന്നുള്ളത് വാങ്ങി എന്നുള്ളതിന് പറയാട്ടോ. ഇഷ്തറ, യഷ്തരി. അപ്പൊ ഇതിന്റെയൊക്കെ വാക്കുകൾ ഞാനിവിടെ ലാസ്റ്റ് പേജ് കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ട് വാട്സപ്പിൽ അയക്കും. ഇപ്പൊ സ്ലൈഡിലും ഞാൻ ഇത് ആക്കിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ആഴ്ച അയച്ച
ആ ഒരു സ്ലൈഡിൽ തന്നെ 91 ആയത്തിന്റെ അർത്ഥവും ഉണ്ടായിരുന്നു ട്ടോ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുക്കാൻ പറ്റാത്തോണ്ടാണ്. ഇഷ്തറ യഷ്തരി എന്നാണ് ഈ വാക്ക്. ഇഷ്തറ വിറ്റു, യഷ്തരി വിൽക്കുന്നു. ഇഷ്തറ മാദി, യഷ്തരി മുദാരി. ഇഷ്തറ യഷ്തരി എന്നാണ് പഠിക്കേണ്ടത്. അപ്പൊ ഇവിടെ ബിസമ എത്ര ചീത്തയാണ്. ഇഷ്തറൗ, എന്തുകൊണ്ടാ ഇഷ്തറൗ എന്ന് പറയുന്നത്? ബേസിക്കലി അതിന്റെ വാക്ക് ഇഷ്തറ യഷ്തരി എന്നാണ്. ഇഷ്തറ എന്ന് പറഞ്ഞാൽ അവൻ വാങ്ങി, യഷ്തരി അവൻ വാങ്ങുന്നു. എന്തുകൊണ്ടാ ഇഷ്തറൗ എന്നാകുന്നത്? ഇഷ്തറൗ എന്ന് പറയുന്നത് അതിന്റെ പ്ലൂരൽ ആണ് ട്ടോ. അപ്പൊ സാധാരണ നമ്മൾ പഠിച്ചു ഫഅല ഫഅല ഫഅലു എന്ന് പഠിച്ചില്ലേ? ഫഅല ഫഅല ഫഅലു കഴിഞ്ഞ 2 ഗ്രാമർ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു. ഇത് നോക്കൂ, ഈ ഒരു ഭാഗത്തുള്ളത് റൈറ്റ് സൈഡിലെ ഫഅല, ഇത് നമ്മൾ പഠിച്ചതാണ്. ഈ ഗ്രാമർ നിങ്ങൾ മറന്നുപോയോന്ന് അറിയില്ല. മുമ്പിന് മുന്നേ 2 ക്ലാസ് പഠിച്ചിരുന്നു. ഫഅല അവൻ ചെയ്തു, ഫഅല അവർ 2 പേർ ചെയ്തു, ഫഅലു ഒരു കൂട്ടം ആളുകൾ ചെയ്തതിനെ ഫഅലു എന്ന് പറയാം. അപ്പൊ ഈ ഫഅല എന്നതിന് പകരം നമ്മൾ ഇഷ്തറ എന്നാക്കിയാൽ എന്താന്ന് പറയും? ഇഷ്തറ വാങ്ങി, ഇഷ്തറ 2 പേർ വാങ്ങി, ഇഷ്തറൗ എന്നാണ് അവർ വാങ്ങി എന്ന് പറയുന്നത്. അത് ഈ നമ്മൾ ഈ ദുർബലമായ അക്ഷരങ്ങൾ, അത് അല്ലെങ്കിൽ ഇല്ലത്തിന്റെ അക്ഷരം എന്ന് പറയും. ദുർബല വീക്ക് ലെറ്റേഴ്സ് എന്ന് പറയുന്ന അലിഫ് വാവ് യാ. അറബിക്കിലെ വീക്ക് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് അലിഫ് വാവ് യാ ആണ്. അതായത് നമ്മൾ ഈ മദ്ദായി നീട്ടാനിടൂലേ? ഫതഹിന് ശേഷം അലിഫ് വന്നാൽ, കെസറിന് ശേഷം യാ വന്നാൽ, ദൊമ്മിന് ശേഷം വാവ് വന്നാൽ, അങ്ങനെയാണ് മദ് വരിക അല്ലെ, നീട്ടൽ വരിക. നമ്മൾ പഠിച്ചിരുന്നു മദ്ദിന്റെ നിയമങ്ങൾ തജ്വീദ് നിയമത്തിൽ. അപ്പൊ ഈ 3 ലെറ്റേഴ്സ് അലിഫ് വാവ് യാ ആണ് മദ് ലെറ്റേഴ്സ്. ഈ ലെറ്റേഴ്സിന് വീക്ക് ലെറ്റേഴ്സ് എന്നും പറയും. ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ, ദുർബല അക്ഷരങ്ങൾ എന്നാ പറയാണ്. അസുഖമുള്ള അക്ഷരങ്ങൾ അങ്ങനെ പറയാം. അപ്പൊ അത്തരത്തിലുള്ള അക്ഷരങ്ങൾ ഏതെങ്കിലും 3-ൽ ഏതെങ്കിലും ഒന്നുള്ള അക്ഷരങ്ങൾ ഒരു വെർബ് വന്നു. അപ്പൊ മേലെ നോക്കൂ, ഇഷ്തറ എന്നുള്ള വാക്കാണ് ഇഷ്തറ. അതിന്റെ ലാസ്റ്റ് കണ്ടില്ലേ, യാ വരുന്നുണ്ട് ഇഷ്തറ എന്ന് എഴുതുമ്പോ. ഇഷ്തറ എന്ന് എഴുതുമ്പോ അവിടെ യാ വരുന്നുണ്ട്, ഇല്ലത്തിന്റെ ഒരു അക്ഷരമുണ്ട്. ആ അക്ഷരങ്ങളുള്ള വാക്കുകൾ ഇതുപോലെ സർഫാക്കുമ്പോൾ ഫാല ഫാല ഫാലു, ആ അതാണ് സർഫ് എന്ന് പറയുന്നത് അതിനാണ് ട്ടോ. ഫാല ഫാല ഫാലു ഫാലത്ത് ഫാലത്ത ഫാൽന, ഇങ്ങനെ 14 ഫോം ആക്കുന്നതിനാ നമ്മൾ സർഫ് എന്ന് പറയാ. ഈ രൂപത്തില് ഇല്ലത്തിന്റെ അക്ഷരങ്ങളുള്ള വാക്കുകൾ ആക്കുമ്പോൾ ചെറിയ മാറ്റം ഉണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ചിലർ ആലോചിക്കുന്നുണ്ടാവും എന്താണ് ഫാല ഫാല ഫാലു എന്ന പോലെ ഇഷ്തറ ഇഷ്തറ ഇഷ്തറു എന്നാവാത്തത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അതിന്റെ കാരണം ഇവിടെ ഇല്ലത്തിന്റെ അക്ഷരമായ യാ വന്നത് കൊണ്ടാണ് ഇഷ്തറൗ എന്ന് പറയുന്നത്. അതിന്റെ വേറൊരു എക്സാമ്പിൾ ആണ് റഅ. റഅ എന്ന് പറഞ്ഞ വാക്ക് കണ്ടു എന്ന അർത്ഥം. അതിന്റെ അവർ കണ്ടു എന്നുള്ളതിന് എന്താ? റഔ എന്നാ വരിക, റഊന്നല്ല, റഊന്നല്ല കേട്ടോ. അതുപോലെ ചില അക്ഷരങ്ങൾ വാക്കുകളിൽ മാറ്റങ്ങൾ ഉണ്ട് സർഫില്. അത് നമുക്ക് പിന്നീട് ചേഞ്ചസ് വരുന്ന വാക്കുകൾ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പൊ സാധാരണ ഒരു സർഫ പഠിപ്പിച്ചത് ഫഅല അല്ലെങ്കിൽ കഫറ, ദഹബ, ഇല്ലത്തിന്റെ അക്ഷരം ഇല്ലാത്ത 3 ലെറ്റേഴ്സ് വരുന്ന ഫഅല. 3 ലെറ്റർ അല്ലേ ഫഅല. അത് 3 ലെറ്റേഴ്സ് ഉള്ളതാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ളൂ. ഇതിൽ ചിലപ്പോ ഇല്ലത്തിന്റെ അക്ഷരം ഉള്ളത് വന്നാൽ ചെറിയ മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ 4 ലെറ്റേഴ്സ് ഉള്ളത് ഇപ്പൊ അൻസല എന്നുള്ളത് ചെറിയ മാറ്റം ഉണ്ടാവും. അൻസലന്റേത് പിന്നെ ചെറിയ മാറ്റം ഉണ്ടാവും. അതുപോലെ 4 ലെറ്റേഴ്സ് ഉള്ളത് മാറ്റം. അപ്പൊ അതൊക്കെ പിന്നീട് പഠിക്കാം. ഇഷ്തറ എന്നുള്ളതിൻ്റെത് എന്തുകൊണ്ടാണ് ഇഷ്തറൗ എന്ന് വന്നത് എന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്. ഇഷ്തറു എന്നല്ലാതെ ഇഷ്തറൗ. അപ്പൊ ഇതുപോലത്തെ ലെറ്റേഴ്സ് വരുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. റഔ എന്നാ വരിക, അവർ കണ്ടു. ഇഷ്തറ വാങ്ങി, ഇഷ്തറൗ വാവിന് സുക്കൂൻ ഉണ്ടാവും, അവർ വാങ്ങി എന്ന് പറയുന്നത് ട്ടോ. ബിസമ എത്ര ചീത്തയാണ്, ഇഷ്തറൗ അവർ വാങ്ങിയത്, ബിഹി അതുകൊണ്ട് അല്ലെ, ആ ഒരു അതിന് പകരമായിട്ട് അവര് ചെയ്യേണ്ടതിന് പകരമായിട്ട് അവര് മേലെ പറഞ്ഞില്ലേ, ആ ഒരു ഖുറാനെ അംഗീകരിച്ച് അവർ ചെയ്യേണ്ടതിന് പകരമായിട്ട് അവര് വാങ്ങിയത് എത്ര ചീത്തയാണ് എന്നുള്ളത്. ബിഹി എന്ന് പറഞ്ഞാൽ അതിന് പകരം, അത് കൊണ്ട് എന്നാണ്. ബി എന്ന് പറഞ്ഞാൽ ശരിക്ക് അർത്ഥം കൊണ്ട് എന്നാണ്, പക്ഷെ ഇവിടെ പകരം അത് വിറ്റുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. വിറ്റുകൊണ്ട് അവർ വാങ്ങിയത് എത്ര ചീത്തയാണ്. അംഫുസഹും അവരെ തന്നെ വിറ്റുകൊണ്ട്, സ്വന്തത്തിന്, ബിഹി അംഫുസഹും അവരെ തന്നെ വിറ്റുകൊണ്ട് അവര് വാങ്ങിയ. അള്ളാഹു അതിന്റെ അനുഗ്രഹം സന്മാർഗ ശരിക്കും അവർ വിസമ്മതിച്ചതിന്. ഓക്കെ, ഇതിൽ എത്ര ചീത്ത എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ. ഈ മേലെ അർത്ഥ എഴുതിയത് ഇപ്പൊ കോപത്തിന് മേൽക്കൊരു
അപ്പൊ അവര് അംഫുസഹും അവരെ തന്നെ പകരം കൊടുത്തുകൊണ്ട് അവര് വാങ്ങിയ അത് എത്ര ചീത്തയാണ്. യക്ഫുറു അംഫുസ് എന്ന് പറഞ്ഞാല് സ്വന്തം ദേഹത്തിനാ പറയട്ടെ. അംഫുസ് എന്ന് പറയുന്നത് നഫ്സുകൾ, ആത്മാക്കൾ. നഫ്സിന്റെ പ്ലൂരലാണ് അൻഫുസ്. നഫ്സിന്റെ പ്ലൂരലാണ് അംഫുസ്. അവരുടെ. അപ്പൊ അവരുടെ സ്വന്തത്തിനെ പകരം ഈ ബിഹി എന്നുള്ള ദമീർ എവിടെയൊക്കെ മടങ്ങുന്നത് ഞാനൊന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാട്ടോ. എനിക്ക് ഡൗട്ട് ഉണ്ട് അവിടെ എന്താണ് ബിഹി എന്നുള്ള ഈ ലമീറുകള്. ഖുർആന് ഇപ്പൊ ബിഹി എന്നുള്ള ഹ എന്ന് പറയുന്ന ലമീറാണ്. അപ്പൊ ആ ലമീറുകള് ഖുർആനിൽ പല അർത്ഥങ്ങളായിട്ട് വരും. ലമീറുകള് എന്താ പറയാ, ചില സന്ദർഭങ്ങളിൽ തഫ്സീറിന്റെ പണ്ഡിതന്മാർ പല രീതിയിൽ അതിന് അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഈ ബിഹി എന്നുള്ളപ്പോ ഈ ലമീർ ഈ ഖുർആനിനെയാണ് ഉദ്ദേശിച്ചെങ്കിൽ ഈ രീതിയിലെ അർത്ഥം, അല്ലെങ്കിൽ അത് റസൂലിനെയാണ് ഉദ്ദേശിച്ചത്. കാരണം അത് എന്നും അവൻ എന്നൊക്കെ ഈ ലമീറിന് അർത്ഥമുള്ളത് കൊണ്ട് ലമീറുകൾ നന്നായിട്ട് പഠിച്ച് വിശദീകരിക്കണം, അല്ലെങ്കിൽ അത് വേറൊരു അർത്ഥത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ബിഹി എന്ന് പറയുന്നത് ഞാൻ എന്താന്നുള്ളത് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ബിഹി അംഫുസഹും അവരുടെ സ്വന്തത്തെ വിറ്റുകൊണ്ട് അവർ വാങ്ങിയത് എത്ര ചീത്ത. യക്ഫുറു അത് അവരെന്താ ചെയ്തത്? യക്ഫുറു അവർ നിഷേധിക്കുന്നു. കഫറ എന്നുള്ളതാണ് വാക്ക് ട്ടോ. ഇവിടെ യക്ഫുറു എന്നതിന്റെ ശരിയായ വാക്ക് കഫറ യക്ഫുറു എന്നാണ്. അപ്പൊ യക്ഫുറു എന്ന് പറയുമ്പോ അവർ നിഷേധിച്ചു എന്നാണ്. അവർ നിഷേധിച്ചു. യക്ഫുറു അവർ നിഷേധിച്ചത് എന്ത്? ബിമാ അൻസലല്ലാഹു അള്ളാഹു ഇറക്കിയത് എന്താണോ അതുകൊണ്ട് അവർ നിഷേധിച്ചത്. ബാഗിയൻ എന്ന് പറയുന്നത് അവരുടെ അമർഷം കാരണം. ഈ ബാഗീനാണ് ഞാൻ പറഞ്ഞത് കക്ഷി മാത്സര്യം എന്നൊക്കെ പറയും. കക്ഷി മാത്സര്യം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ വാക്ക് പറയാണ് ഈഗോ. ബാഗി എന്ന് പറഞ്ഞാൽ ഒരു മത്സര ബുദ്ധി. നീ ഞാൻ എന്നുള്ള ഒരു മത്സരം ഉണ്ടല്ലോ, നീ അങ്ങനെയാണ് ഞാൻ ചെയ്യൂല. ഈഗോ എന്ന് പറയുന്നത് എന്താ, അവന് ഭയങ്കര വലുതാവുന്നതുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ പ്രയാസം. നമ്മളത് അംഗീകരിച്ചാൽ താൻ താന്നു പോകുമോ എന്നുള്ള പേടിയാണല്ലോ നമുക്ക് ഈഗോ എന്ന് പറയുന്നത്. അവൻ എന്നെക്കാളും വലുതായി പോവോ എന്നുള്ള ആ ഒരു ഇതൊക്കെയാണ് ഈ ബഗി എന്ന് പറയുന്ന ശരിയായ അർത്ഥം, ബഗി എന്ന വാക്കിന്റെ. അപ്പൊ ഈ യക്ഫുറു അവർ നിഷേധിച്ചത് ബിമാ അൻസലല്ലാഹു അള്ളാഹു ഇറക്കിയത് എന്താണോ അതിനെ അവർ നിഷേധിച്ച ബഗയൻ അവരുടെ അമർഷം കാരണമായിരുന്നു. യുനസ്സിലല്ലാഹു എന്തുകൊണ്ടാ അവർ ഇതിങ്ങനെ നിഷേധിക്കാൻ കാരണം എന്താണ്? യുനസ്സിലല്ലാഹു നസ്സല യുനസ്സിലു എന്നാണ് കേട്ടോ വാക്ക്. നസ്സല ഇതൊക്കെ മറ്റേതിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് പിന്നീട് നോക്കി എഴുതാവുന്നതാണ്. നസ്സല യുനസ്സിലും. അപ്പൊ യുനസ്സിലല്ലാഹു അള്ളാഹു ഇറക്കിയതിനാൽ, യുനസ്സില ആൽ എന്നുള്ള അർത്ഥാണ് ഇവിടെ അൻ വരുന്നത് കേട്ടോ. യുനസ്സില അവർ അള്ളാഹു ഇറക്കിയതിനാൽ. എന്തുകൊണ്ട് ഇവിടെ അള്ളാഹു ഇറക്കി എന്ന് പറയുന്നത്? അള്ളാഹു എന്നുള്ള ഫായിലാണ്, ചെയ്ത വ്യക്തി അള്ളാഹു ആണ്. അപ്പൊ അതിന് ദമ്മാണ്. ഒരു കർമ്മം ചെയ്യുന്ന വ്യക്തിക്ക് എപ്പോഴും ദമ്മായിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഖുർആൻ ആയത്ത് ഒരുമിച്ച് അർത്ഥം പറയുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ഹർക്കത്താണ്. ഹർക്കത്തിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ചെയ്യുന്ന വ്യക്തിക്ക് എപ്പോഴും ദമ്മായിരിക്കും. ഫാഇൽ എന്നാണ് അതിന് അറബിക്കിൽ പറയാം. ഫാഇൽ കർമ്മം ചെയ്യുന്ന, ഫിഅല് ചെയ്യുന്ന വ്യക്തിയാണ് ഫാഇൽ. ഓക്കെ, ആ ഫായിലായത് അള്ളാഹു ആണ് ഇവിടെ. അപ്പൊ അള്ളാഹു ഇറക്കിയതിനാൽ, അള്ളാഹു അവതരിപ്പിക്കുന്നതിലാണ് എന്ത്? മിൻ ഫളിഹി തന്റെ ഔദാര്യത്തിൽ നിന്ന്. ഇവിടെ ഈ ഫളിൽ എന്ന് പറഞ്ഞ അനുഗ്രഹം, ഔദാര്യം, ശ്രേഷ്ഠത എന്നും പറയുന്നുണ്ട് അല്ലെ. ഫാദിൽ എന്നുള്ള പേരില്ലേ, ഫാദിൽ, ഫദ്ദല യുഫദ്ദിലു എന്നൊക്കെ ഉണ്ട്. അപ്പൊ അള്ളാഹിന്റെ ഔദാര്യം, അല്ലെ അള്ളാഹിന്റെ റഹ്മത്ത്, ഇതൊക്കെ പറയാറുണ്ട്. ചില ആളുകൾ വീടുണ്ടാക്കിയിട്ട് അതിന്റെ മേലെ എഴുതി വെക്കാറുണ്ട്, ഹാദാ മിൻ ഫദ്ലി റബ്ബി. ഹാദാ ഇത്, മിൻ ഫദ്ലി എന്റെ റബ്ബിൽ അനുഗ്രഹത്തിൽ നിന്നാകുന്നു, മിൻ ഫദ്ലി റബ്ബി എന്റെ റബ്ബിന്റെ എന്ന് എഴുതി വെക്കാറുണ്ട്. അപ്പൊ ഇത് മിൻ ഫദ്ലിഹി എന്ന് പറയുന്നത്, ഇവിടെ ഹി എന്ന് പറയുന്ന ലമീർ ആരാണ്? അള്ളാഹു ആണ്. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അള്ളാഹു ഇറക്കിയതിനാൽ അലാ ഓൺ മയ്യഷാഉ അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേലെ. അല എന്ന് പറഞ്ഞ ഓൺ അല്ലെങ്കിൽ മേൽ, മൻ ആരാണോ, യശാഉ അവൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ അവൻ ഉദ്ദേശിക്കുന്ന ആരുടെയോ മേൽ അവന്റെ അനുഗ്രഹം അള്ളാഹു അവതരിപ്പിച്ചതിനാലാണ് അവരുടെ ആ ഒരു നിഷേധം വരുന്നത്. അവര് നിഷേധിച്ചത്, അള്ളാഹു ഇറക്കിയതിനെ അവർ നിഷേധിച്ചത് ഈ ഒരു ഈഗോ എന്ന് പറഞ്ഞ വിചാരം കൊണ്ടാണ്. മിൻ ഇബാദിഹി അലാമ യശാഉ മിൻ ഇബാദിഹി എന്ന് ഒരുമിച്ച് വായിക്കണേ. അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് അള്ളാഹു അവതരിപ്പിച്ചതിനാലാണ് ഇവരതിനെ നിഷേധിച്ചത്. മനസ്സിലായില്ലേ? ഇത് എങ്ങനെ ആലോചിക്കണം എന്നറിയോ? പ്രവാചകൻ മുഹമ്മദ് നബിയെ അള്ളാഹു തെരഞ്ഞെടുത്തു.
അലാമൻ യശാഉ മിൻ ഇബാദിഹി എന്ന് പറഞ്ഞാൽ തന്റെ അടിമകളിൽ അവൻ ഉദ്ദേശിച്ചത് ആരെയാണ്? റസൂലായ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹു തെരഞ്ഞെടുത്തത്. അവരിൽ നിന്ന് തെരഞ്ഞെടുത്തില്ല. അപ്പൊ ആ ഒരു മൻ യശാഉ മിൻ ഇബാദിഹി അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ തെരഞ്ഞെടുത്തുകൊണ്ടാണ് മിൻ ഫദ്ലിഹി അവന്റെ അനുഗ്രഹത്തിന് അള്ളാഹു അവതരിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവര് അയ്യക്ഫുറു ബിമാ അൻസലല്ലാഹു അള്ളാഹു ഇറക്കിയതിനെ അവര് യക്ഫുറു ആക്കിയത്, അതായത് നിഷേധിച്ചത്. അങ്ങനെ ബാഗിയൻ, ഈ ബാഗി കാരണം, അവരുടെ മനസ്സിലുള്ള ഒരു ഈഗോ കാരണം. അപ്പൊ ഇങ്ങനെ അവർ ചെയ്തതിന്റെ പേരിൽ അതൊരു അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കൂ. ഈ ഖുറാനിൽ കൈവച്ചിട്ട് പറയണേ, ബിഅ്സമ എത്ര ചീത്തയാണ്, ഇഷ്തറൗ ബിഹി അവര് അതിന് പകരം വിത്ത് വാങ്ങിയത്, അവർ വാങ്ങിയത്, അംഫുസഹും അവരെ തന്നെ, യക്ഫുറു അവർ നിഷേധിച്ചതിനാൽ എന്താണോ അൻസലല്ലാഹു അള്ളാഹു ഇറക്കിയത് നിഷേധിച്ചതിനാൽ, ബഗയൻ അവരുടെ ഈ ഒരു ഈഗോ കൊണ്ട്, യുനസ്സിലല്ലാഹു അള്ളാഹു ഇറക്കിയതിനാൽ, മിൻ ഫദ്ലിഹി അവന്റെ അനുഗ്രഹത്തിൽ ഔദാര്യത്തിൽ നിന്ന്, അലാമൻ യശാഉ മിൻ ഇബാദിഹി. ഇബാദ് എന്നുള്ളത് ആബിദിന്റെ പ്ലൂരലാണ്. ഇബാദത്ത്, ആബിദ് എന്ന് പറയുന്ന അടിമ, ഇബാദ് അടിമകൾ. ഇബാദുർ റഹ്മാനില്ലദീന, ഇബാദുർ റഹ്മാൻ എന്നുള്ള ആയത്തില്ലേ സൂറത്ത് ഫുർഖാനിലല്ലേ. അപ്പൊ ഇബാദിഹി അവന്റെ അടിമകളിൽ അവന് ഉദ്ദേശിക്കുന്നവരെ തെരഞ്ഞെടുത്തുകൊണ്ട് അവന്റെ അനുഗ്രഹം അള്ളാഹു അവതരിപ്പിച്ചതിനാലാണ്, ആ ഒരു ഈഗോ കാരണമാണ് അള്ളാഹു ഇറക്കിയതിനെ അവർ നിഷേധിച്ചത്. എത്ര ചീത്തയാണ് അവർ ആ വിത്ത് വാങ്ങിയത് എന്നാ പറയുന്നത്. അതിനാൽ അതുകൊണ്ട്, എന്നിട്ട്, അപ്പൊ ഇങ്ങനെ അവർ ചെയ്തത് കൊണ്ട്, എന്ന് പറയുന്നത് പാത്രമായി തീർന്നു. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവര് അതിന് ഇരയായി തീർന്നു എന്ന് പറയില്ലേ. എന്ന് പറയുന്നത് ഞാൻ ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ വാക്ക് വരുന്നത് എന്ന് പറയുന്ന അവർ എന്നാണ് വാക്ക്. പാത്രമായി പാത്രമാകുന്നു. അപ്പൊ എന്ന് പറയുന്നത് അവർ പാത്രമായി എന്നുള്ള അർത്ഥം. അപ്പൊ എന്ന് പറഞ്ഞാൽ ദേഷ്യം, കോപം, ഗളബ് എന്ന് പറയുന്നുണ്ട് കോപത്തിന്. ഖുറാനിൽ വേറൊരു ആയത്തില് ഗളബ് എന്ന് പറഞ്ഞാൽ ദേഷ്യം. അള്ളാഹുവിന്റെ കോപത്തിന് മേൽ കോപമാണ് അവര് പാത്രമായി തീരുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് ഇസ്രായേലർക്ക് കോപത്തിന് മേൽ കോപം വന്നത് നമുക്ക് പറയാം. കോപത്തിനു മേൽ കോപം കൊണ്ടാണ് അവർ അതിന് പാത്രമായി തീർന്നത്. എന്നിട്ട് അവരുടെ ഈ ഒരു നിഷേധം കാരണം, വലിൽ കാഫിരീന ആൻഡ് ലിൽ കാഫിരീന, ലീ എന്ന് പറഞ്ഞാല് ടു എന്നാണ് അർത്ഥം. ലീ എന്ന് പറഞ്ഞാൽ വേണ്ടി, ഫോർ എന്ന് പറയാറുണ്ട്, ടു. ലിൽ കാഫിരി എന്ന് പറഞ്ഞാൽ കാഫിരീങ്ങൾ. കാഫിരി എന്നുള്ള വാക്ക് ഏതിന്റെ പ്ലൂറലാണ്? കാഫിറിന്റെ ജമാണ് കാഫിരീൻ. അല്ലെങ്കിൽ ഒരു വാക്കും കൂടി ഉണ്ട് ഖുർആൻ ഉപയോഗിച്ചത്, കാഫിറിന്റെ ജമ്മ് കുഫാർ എന്നുണ്ട്. കുഫാർ എന്നും ഖുർആൻ ഉപയോഗിച്ചിട്ട് കാഫിരീൻ എന്നും പറയാം. വലിൽ കാഫിരീന കാഫിറുകൾക്കുണ്ട് എന്ത്? അദാബ് ശിക്ഷ, മുഹീൻ നിന്ദ്യമായ, നീചമായ, അല്ലെങ്കിൽ നിന്ദ്യത. ഓരോരുത്തർ നിന്ദ്യത അറിയാലല്ലേ എന്താ അർത്ഥം എന്നുള്ളത്. നിന്ദ്യത എന്നാണ് ഒരാൾ അങ്ങേയറ്റം താഴ്ന്നു പോകുന്ന ഒരവസ്ഥ നിന്ദ്യത എന്ന് പറയാം. അപ്പൊ കാഫിരീങ്ങൾക്ക് അദാബും മുഹീനുണ്ട്, നിന്ദ്യമായ ശിക്ഷയുണ്ട്. ഈ ആയത്തിന്റെ അർത്ഥം ബിസമ എത്ര ചീത്തയാണ്, ഇഷ്തറൗ ബിഹി അവർ പകരം വിറ്റ് വാങ്ങുന്നത്, അംഫുസഹും അവരെ തന്നെ, യക്ഫുറു ബിമാ അൻസലല്ലാഹു അള്ളാഹു ഇറക്കിയത് എന്താണോ അതിനെ നിഷേധിച്ചുകൊണ്ട്, ബഗയൻ അവരുടെ ഈഗോ കാരണം, യുനസ്സിലല്ലാഹു എന്താണ് അവരുടെ ഈഗോക്ക് കാരണം? യുനസ്സിലല്ലാഹു അള്ളാഹു അവതരിപ്പിച്ചതിനാൽ, മിൻ ഫദ്ലിഹി അവന്റെ അനുഗ്രഹത്തിൽ നിന്ന്, അലാമൻ യശാഉ മിൻ ഇബാദിഹി അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേല് അവന്റെ അനുഗ്രഹം ചൊരിഞ്ഞതിനാലാണ് ആ ഒരു ബഗി അവർക്ക് വന്നത്. അങ്ങനെയുള്ള അവരുടെ ആ ഒരു നിലപാട് നിമിത്തം അപ്പോൾ അവർ പാത്രമായി തീർന്നു. എന്തുകൊണ്ട് അവർ ആയത്? എന്നുള്ള അവർ പാത്രമായി തീർന്നു. അദബിന് മേൽ, അതായത് കോപത്തിന് മേൽ കോപം കൊണ്ട് അവര് ഇരയായി തീർന്നു. വലിൽ കാഫിരീന അദാബും മുഹീൻ കാഫിര്യങ്ങൾക്ക് നിന്ദ്യമായ ശിക്ഷയാണ് ഉള്ളത്. ഇവിടെ ഇവര് ബിസമഷ്തറോ എന്ന് പറയുന്നത് എന്തിനെയാണെന്ന് വെച്ചാല്, ഇവര് വിറ്റ് വാങ്ങിയത് പരലോകത്തെ വിറ്റാണ് ഇവര് കുഫറിനെ വാങ്ങിയത്. മനസ്സിലായില്ലേ? അവര് വിറ്റ് വാങ്ങുന്നത് എത്ര ചീത്ത എന്നിവിടെ പറയാൻ കാരണം, അവര് പരലോക വിജയത്തിന് പകരം അവര് വിറ്റ് വാങ്ങിയത് എന്താണ്? നിഷേധം. പരലോകത്തെ വലിയ ശിക്ഷയ്ക്ക് അവര് പാത്രമാവുകയാണ് ചെയ്തത്. സാധാരണ ഈ വിത്ത് വാങ്ങുക, ഇഷ്ട്ര എന്നുള്ള വാക്ക് നമ്മൾ സാധാരണ പണ്ടൊക്കെ ബാർട്ടർ സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ബാർട്ടർ എന്നറിയില്ലേ?
പണ്ടൊന്നും ഈ പൈസ, പണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റേ ഇല്ലല്ലോ. അപ്പൊ അന്നൊക്കെ ഒരാളടുത്തുള്ള ഒരു സാധനം മറ്റൊരാൾക്ക് കൊടുത്തിട്ട് അയാളടുത്തുള്ള ഒരു സാധനം തിരിച്ചു വാങ്ങുക ചെയ്യുക. അതിനാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. പിന്നീടാണ് പൈസ വരുന്നത്. അപ്പൊ നമ്മളടുത്തുള്ള ഒരു ബെനഫിഷ്യൽ ആയിട്ടുള്ള സാധനം വേറൊരാൾക്ക് കൊടുത്തിട്ട് നമുക്ക് ഉപകാരമുള്ള മറ്റൊരു സാധനം, തനിക്ക് ഉപകാരപ്പെടുന്ന കൂടുതൽ പ്രയോജനപ്രദമായ ഒരു സാധനം തിരിച്ചു വാങ്ങുക എന്നുള്ളതാണ് ഇഷ്തറ എന്നുള്ള സാധനത്തിന് ആ പ്രോസസ്സ് എന്ന് പറയുന്നില്ലേ, വിറ്റുവാങ്ങല്. അപ്പൊ ഇവിടെ ഇവര് ശരിക്കും ഈ പ്രവാചകനെ അവര് അംഗീകരിച്ചുകൊണ്ട്, പ്രവാചകനെ അവര് സ്നേഹിച്ചുകൊണ്ട്, ആ സ്നേഹം പ്രവാചകന് കൊടുത്തുകൊണ്ട് അവര് പരലോക വിജയം കരസ്ഥമാക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് അവരുടെ ഹൃദയത്തിലുള്ള സ്നേഹവും ഇതും അവരുടെ ഒരു നല്ല സ്വഭാവമാണ് പ്രവാചകനോട് അവർ കാണിക്കേണ്ടത്. അംഗീകാരവും അവരെ അക്സെപ്റ്റ് ചെയ്യുകയൊക്കെയാണ് ചെയ്യേണ്ടിയിരുന്നത്. അത് റസൂലിന് കൊടുത്തുകൊണ്ട് അവര് അതിന് പകരമായിട്ട് പരലോക വിജയമാണ് വാങ്ങേണ്ടിയിരുന്നത്. ശരിക്കും പരലോകത്തിൽ അവരുടെ മോക്ഷം, അവരുടെ രക്ഷയാണ് അവർ തിരിച്ചു വാങ്ങേണ്ടത്. അവർക്ക് കിട്ടുക അതായിരുന്നു തിരിച്ച്. പക്ഷെ അവര് നേരെ തിരിച്ചാണ് ചെയ്തത്. എത്ര ചീത്ത എന്ന് പറയുന്നത്, അവര് കൊടുത്തത്, പ്രവാചകന് കൊടുത്തത് ദേഷ്യവും അവരുടെ ഹൃദയത്തിലെ കോപവും ധിക്കാരവും, പ്രവാചകനെ അംഗീകരിക്കാത്ത, പ്രവാചകനെ നിഷേധിച്ച് അള്ളാഹുവിന്റെ ആ ഒരു ഇറക്കിയതിനൊക്കെ അവർ എന്താ പറയാ, ഭയങ്കര അവരുടെ ഹൃദയം കൊണ്ട് അവർ വെറുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിന് പകരമായിട്ട് അവർ വാങ്ങിയതോ പരലോക ശിക്ഷയുമാണ്. അതായത് എത്ര ചീത്തയാണ് അവർ ഈ വിറ്റ് വാങ്ങുന്നത് എന്നാ പറഞ്ഞത് ഇവിടെ പറഞ്ഞത്. അപ്പൊ കോപത്തിന് മേൽ കോപം, അലബിൻ അലാ അദബ് എന്നുള്ള ഇസ്രായേലരുടെ മേലെ ഉപയോഗിക്കാൻ കാരണമുണ്ട്. കാരണം ഇവർക്ക് അള്ളാഹുവിന്റെയും ജനങ്ങളുടെയും കോപം എന്ന് രണ്ടർത്ഥം ഇതിൽ പറയുന്നുണ്ട്. കോപത്തിനുമേൽ കോപം എന്ന് ഉപയോഗിക്കാൻ കാരണം, ഒന്ന് അള്ളാഹുവിന്റെയും ജനങ്ങളുടെയും കോപം ഉണ്ടായത് കൊണ്ടാവാം അലബിൻ അദബ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതൊരു കാരണം, ബനീസ്രായേലര് പല പല കാരണങ്ങളായിട്ട് അവർ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മുതൽ അവരുടെ നന്ദികേട് കാരണം പല തവണകളായിട്ട് നന്ദികേട് കാണിച്ചതിന്റെ പേരിൽ അള്ളാഹിന്റെ കോപത്തിന് ഇരയായിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്കറിയാമായിരിക്കും, മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് തന്നെ അവരെ അള്ളാഹ് ഒരുപാട് പരീക്ഷിച്ചിട്ടുണ്ട്. ഫിറഔനുള്ള ആ സമയത്ത് ആ ഒരു പിന്നെ ബനിസ്രായേലര് മൂസ അലൈഹി ഇസ്ലാമും കൂടി ഉള്ള ആ സമയത്ത് അവരോട് മന്ന വേണം, സെൽവ വേണം, എന്നിട്ട് പിന്നെ അവര് അതൊന്നും അവർക്ക് തൃപ്തി പോരാഞ്ഞിട്ട് അവർക്ക് ചീര വേണം, ഗോതമ്പ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പട്ടണത്തിലേക്ക് പോണം എന്നൊക്കെ പറഞ്ഞ ഒരു ഒട്ടും എന്താ പറയാ, ആ കൊടുത്ത ഒരു മന്നയും സെൽവയിൽ പോലും അവർക്ക് സംതൃപ്തി കണ്ടെത്താത്ത, ഇനിയും വേണം എന്നുള്ളതിനെ അവരങ്ങനെ അതിലൂടെയൊക്കെ ഒരുപാട്, പിന്നെ അതുപോലെ ഫിറഔന്റെ ആ ഒരു അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച് അവര് പിന്നീട് പശുക്കുട്ടിയെ ആരാധിച്ചു. ഇങ്ങനെ നമ്മൾ കുറെ പറഞ്ഞിരുന്ന കഥ. അങ്ങനെ പല പല തവണകളായിട്ട് അവർ അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചതിന്റെ പേരിൽ അവര് കോപത്തിന് ഇരയായിട്ടുണ്ട്. അതാണ് ഇവിടെ ബിക്സമ അവര് പറഞ്ഞതും അലബിൻ അലാ അദബ് എന്ന് പറയുന്നത്. ഇത് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവര് പ്രവാചകന്റെ അടുത്ത് അവര് എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു അമർഷം വന്നത്, അവര് അത് അംഗീകരിക്കാതിരിക്കാൻ കാരണം ബഗയാണെന്ന് പറഞ്ഞല്ലോ ഈ ആയത്തില്. ബഗയ് അതായത് ഈഗോ. എന്താണ് ഈഗോ അവർക്ക് വരാൻ കാരണം? അവര് അറബികളോട് പറഞ്ഞിരുന്നത് ഞങ്ങൾക്കിടയിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഇത്രയും കാലം ഇബ്രാഹിം നബിയുടെ 2 മക്കളാണ് ഇസ്മായിൽ നബിയും ഇസ്ഹാക്ക് നബിയും. ഇസ്ഹാക്ക് നബി അതായത് ഇബ്രാഹിം നബിന്റെ ഇസ്ഹാക്ക് എന്ന മകനിൽ നിന്നാണ് ഇത്രയും കാലം പ്രവാചകന്മാർ വന്നത്. ഇസ്ഹാക്കിന്റെ മകനായ യാക്കൂബ് നബിയുടെ മകനായ യൂസുഫ് നബിയുടെ പരമ്പരയിൽ വരുന്നതാണ് സുലൈമാൻ നബി, ദാവൂദ് നബി, ഇതുപോലെ ഈസാ നബി, മൂസാ നബി, എല്ലാം അത്രയും വരെ. ലാസ്റ്റ് ഈസാ നബിയാണല്ലോ പ്രവാചകന് മുന്നേ വന്നത്. അതുവരെ വന്നത് ഇസ്ഹാക്ക് എന്ന ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്ഹാക്ക് നബിയുടെ മകൻ, ആ ഒരു പരമ്പര സന്തതികളിൽ നിന്നാണ് വന്നത്. പക്ഷെ മുഹമ്മദ് നബി മാത്രമാണ് ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ നിന്ന് വന്ന ഒരേ ഒരു പ്രവാചകൻ. അതായത് ഇബ്രാഹിം നബിയുടെ ആ ഒരു 2 മക്കളില് ഇസാഖ് നബിയിൽ നിന്ന് അള്ളാഹു എന്ത് ചെയ്തു, ബനിസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു സന്തതികളുടെ പ്രവാചകത്വം നേരെ ഉൾട്ടയാക്കിയിട്ട് ആർക്ക് കൊടുത്തു? ഇസ്മായിൽ സന്തതികൾക്ക് കൊടുത്തതാണ് ഇവർക്ക് അത് അംഗീകരിക്കാൻ കഴിയാതെ. അതായത് അവരുടെ ബനിസ്രായേലിലൂടെ അവിടെ മക്കയിലുണ്ടായിരുന്ന ജൂതന്മാരുടെ പരമ്പര, ഉപ്പാപ്പമാരൊക്കെ എന്തായിരുന്നു? പ്രവാചകന്മാരായിരുന്നു. ഭയങ്കര പ്രൗഡാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്റെ ഉപ്പാപ്പമാര്, നമ്മളെ നാട്ടിൽ തന്നെ തങ്ങന്മാര് പറയാറുണ്ട് അല്ലെ, തങ്ങന്മാര് എന്തോ ഒരു ഇതായിട്ട് അവര് വിചാരിക്കുന്നത് എന്തുകൊണ്ടാ? അവരുടെ പ്രവാചകനുമായി എന്തോ ഒരു ചെറിയ കുടുംബ ബന്ധം ഉണ്ട് എന്നതിന്റെ പേരിലാണ് ഇപ്പോഴും തങ്ങൾ കുടുംബങ്ങൾ ഒരു പടി മുന്നിൽ അവർ വിചാരിക്കുന്നത്.
അതുപോലെ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു ബനി ഇസ്രായേലരുടെ അഹങ്കാരം എത്ര ആയിരിക്കും. അവരുടെ ഉപ്പാമാരിൽ പ്രവാചകന്മാരാണ്, ഒന്നൊന്നല്ല കുറെ പ്രവാചകന്മാരാണ്, സുലൈമാൻ നബി മുതൽ അങ്ങോട്ട് നല്ല നല്ല ഖുറാനിൽ എടുത്തു പറഞ്ഞ പ്രവാചകന്മാർ. അപ്പൊ ഇതും കൂടി അവസാന പ്രവാചകനായ അവരെ ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞ ആ ഒരു പ്രവാചകൻ കൂടി തങ്ങളിൽ നിന്ന് തന്നെയാണ് വരിക എന്ന് അവർ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അള്ളാഹു തെരഞ്ഞെടുക്കുന്നു മുഹമ്മദ് നബിയെ ഇസ്മായിൽ സന്തതികൾ, അതായത് ഈ അറബികളാണ് ഇസ്മായിൽ സന്തതികൾ. നിങ്ങൾക്ക് അറിയാലല്ലേ, ഇസ്മായിൽ നബിയുടെ ചരിത്രം മനസ്സിലാക്കുമ്പോ അറിയാം. ഇസ്മായിൽ നബി ഹാജറ ബീവി അന്ന് സംസം കിണർ അല്ലെ, സംസം കിണർ മക്ക ആ ഒരു സ്ഥലത്താണ് സംസം ഒക്കെ ഉണ്ടാകുന്നത്. അവിടെ 2 വയസ്സായ ആ കുഞ്ഞിനെ ഇട്ടിട്ട് ഇബ്രാഹിം നബി പോകുമ്പോ അങ്ങനെ ആ കുഞ്ഞും ഹാജറ ബീവിയും അവിടെ സംസം പിന്നീട് കിട്ടുന്നു. പിന്നെ അവിടെ വെള്ളം വരുന്നു ആ ഒരു സ്ഥലത്ത്. അതിനുശേഷം ഹാജറ ബീവിയും മകനും അവിടെ വളരുന്നു, മക്ക എന്ന സംസം കിണറിന്റെ അടുത്ത് വരുന്നു. ആ ഒരു വെള്ളം അവിടെ ഉണ്ടായതിന്റെ പേരിൽ ഒരുപാട് ഗോത്രങ്ങൾ, പല പല അറബ് ഗോത്രങ്ങൾ അവിടേക്ക് താമസം മാറ്റുകയും ആ ഒരു ഇസ്മായിൽ നബി ആ ഒരു പല ഗോത്രങ്ങൾക്കിടയിൽ വളർന്നു വലുതായത് കാരണം ഇസ്മായിൽ നബിക്ക് ഒരുപാട് അറബ് ഗോത്രങ്ങളുടെ ഭാഷ പഠിക്കാനൊക്കെ സഹായകമായി. അങ്ങനെ ഒരു ഹാജറ ബീവി ഒരു അടിമ അല്ലെ, കറുത്ത അടിമയായിരുന്നില്ല. അങ്ങനെ ഈ ഇസ്മായിൽ നബിയുടെ അറബികൾ പൂർണ്ണമായും ഒരു അറബികൾക്കിടയിൽ നിന്നാണ് ഇസ്മായിൽ നബി വളർന്നതും. അങ്ങനെ ആ അറബികൾക്കിടയിൽ നിന്ന് ഇസ്മായിൽ നബിയുടെ അവസാന പരമ്പരയിൽ നിന്നാണ് പ്രവാചകൻ മുഹമ്മദ് നബി വരുന്നത്. അതുകൊണ്ടാണ് ഇവർക്കത് അംഗീകരിക്കാൻ കഴിയാത്തതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അള്ളാഹു അങ്ങനെ താൻ ഇച്ഛിക്കുന്നവർക്ക് പ്രവാചകം കൊണ്ട് അനുഗ്രഹിച്ചപ്പോഴാണ് അവരത് അവരുടെ ബഹയ കാരണം പിണങ്ങിയത് എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത്. അപ്പൊ ഒരു ആയത്ത് നമ്മൾ പഠിക്കുമ്പോ ശരിക്കും നമുക്ക് ആയത്തിന്റെ അർത്ഥം നന്നായിട്ട് അറിയണം, വേർഡ് ബൈ വേർഡ് പറയാൻ അറിയണം. ഒപ്പം ഈ ആയത്തിലെ ഓരോ വാക്കുകൊണ്ടും അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് എന്നും അറിയുമ്പോഴാണ് ഒരു ആയത്തിന്റെ പഠനം പൂർത്തിയാവുന്നത്. ആ ആയത്ത് ഇറങ്ങിയ കോണ്ടെക്സ്റ്റ്, അതുപോലെ തന്നെ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു ചരിത്രം ഉണ്ടാവില്ല അതിന്റെ ബാക്കിലുള്ള. അതറിയുമ്പോഴാണ് ഒരു ആയത്ത് ശരിക്കും അതിനെ എനിക്ക് പഠിച്ചു അല്ലെങ്കിൽ എനിക്കത് അറിയാം എന്ന് പറയാൻ, നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ഒരു പാഠം നമുക്ക് പകർത്തണമെങ്കിൽ ശരിക്കും ഈ രീതിയിൽ ഖുർആൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇനി വൈദാ ഖീല ലഹും, അടുത്ത ആയത്ത്, വൈദാ ഖീല ലഹും ആമിനു ബിമാ അൻസലല്ലാഹു ഖാലു നുഅ്മിനു ബിമാ ഉൻസില അലൈനാ വയക്ഫുറൂന ബിമാ വറാഅഹു വഹുവൽ ഹഖ് മുസദ്ദിഖൻ ലിമാ മഅഹും ഖുൽ ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹി മിൻ ഖബ്ലു ഇൻ കുൻതും മുഅ്മിനീൻ. അതായത് ഈ ഒരു ആയത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ കുറേ വാക്കുകളുള്ള പോലെ തോന്നുന്നുണ്ടല്ലേ, പക്ഷെ ഇതൊക്കെ ഫെമിലിയർ ആയ വാക്കുകളാണ്, ഒക്കെ നമുക്കറിയുന്ന വാക്കുകളാണ്. അതിൽ ഒന്നോ രണ്ടോ ഖുതൂലൂന്ന നിങ്ങൾക്ക് അറിയില്ലേ, ഖുതൂലു എന്ന് പറയുന്നത് കൊല്ലുക എന്നുള്ളതാണ്, ഖത്തല യഖ്തുലു. ബാക്കി ഏതാ അറിയാത്തത്? ബാക്കിയെല്ലാം പഠിച്ചതാണ്. കഫറ യക്ഫുറു, അംബിയാ എന്ന് പറഞ്ഞ നബിയുടെ പ്ലൂറലാണ് അംബിയാ, മുസദ്ദിഖ് എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തുക. ബാക്കി എന്താണ്, എല്ലാം ഫെമിലിയർ ആണ്. പക്ഷെ ഇതൊന്ന് കണക്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര കഴിവാണ്. വാക്കുകളുടെ അർത്ഥം മാത്രം അറിഞ്ഞത് കൊണ്ട് നമുക്കൊരു ആയത്ത് കണക്ട് ചെയ്ത് അർത്ഥം പറയാൻ കഴിയണം എന്നില്ല. അത് നമ്മൾ ഇങ്ങനെ ഈ വാക്കുകളുടെ അർത്ഥം ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം അത് കുറേ പ്രാക്ടീസിന് ശേഷം മാത്രമാണ് നമുക്കത് കണക്ട് ചെയ്തിട്ട് അതിന്റെ അർത്ഥം കൊണ്ട് എന്താണ് ഈ ആയത്ത് കൊണ്ട് അള്ളാഹ് ഉദ്ദേശിച്ചതെന്ന് പറയണമെങ്കിൽ അതൊരു ലാസ്റ്റ് സ്റ്റേജ് ആണ് ശരിക്കും ഖുറാൻ പഠനത്തിന്. നമുക്ക് ഒറ്റക്ക് അതിന്റെ അർത്ഥം പറയാൻ പറ്റുക എന്നുള്ളത് മൊത്തത്തില്. അപ്പൊ അത് ഫസ്റ്റ് സ്റ്റേജിലാണ് പലരും ഉണ്ടാവുക. വാക്കർത്ഥം തന്നെ മുഴുവൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ സ്റ്റേജിലേക്ക് എത്താൻ പറ്റുള്ളൂ. ബേസിക്കലി അങ്ങനെയാണ്. അപ്പൊ അള്ളാഹു അവതരിപ്പിച്ചതിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നു ഞങ്ങൾക്ക്, അതായത് ഇസ്രായേലർക്ക്, ഞങ്ങൾക്ക് എന്ന് അവർ പറയുന്നത് ഈ ഇസ്രായേലരെ കുറിച്ചാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കൂ, അതിനപ്പുറമുള്ളതിനെ അവർ നിഷേധിക്കുന്നു. അത് നേരത്തെ അവരുടെ പക്കലുള്ള പാഠങ്ങളെ ശരിവെക്കുന്നതും ദൃഢീകരിക്കുന്നതുമായ സത്യമായിട്ടും ആവട്ടെ. എന്നാൽ അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് ഇറക്കപ്പെട്ട പാഠങ്ങളെ വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെ, ബിൻ കുന്തും മുഅ്മിനീന, നിങ്ങൾ വിളക്കപ്പെടുന്ന പാഠങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളെങ്കിൽ എന്ന് അവരോട് ചോദിക്കാനാണ് പറയുന്നത്. ഖുൽ ഫലിമ തഖ്തുലൂന, നേരത്തെ അർത്ഥം കംപ്ലീറ്റ് അല്ല അവിടെ നോക്കാം. വൈദാ ഖീല, അർത്ഥം നോക്കൂ, വാക്കായിട്ട് നോക്കാം. ഇനി വ ആൻഡ്, അടുത്ത കഴിഞ്ഞ കാലത്തിനോട് കണക്ട് ചെയ്യുന്നോണ്ടാണ് വ എന്ന് പറഞ്ഞത് കേട്ടോ, കണക്ട് വാവ്. പിന്നെ വാവുൽ അത്ഫ് എന്ന് അതിന് പറയും, വാവുൽ അത്ഫ്, ജോയിനിങ് വാവ്. ഇതാ ഖീല പറയപ്പെട്ടാൽ, ഇതാ എന്ന് പറഞ്ഞ ആൽ അല്ലെങ്കിൽ ബോൾ ഇതാ ജാ എന്ന് പറയുന്ന വന്നാൽ, വരുമ്പോൾ എന്നൊക്കെ പറയും. ഇതാ ഖീല എന്നുള്ള വാക്ക് എവിടെ നിന്ന് വരുന്നത്? ഖാലയിൽ നിന്ന് വരുന്നതാണ് അല്ലെ. ഖാല യഖൂലു, ഖാല പറഞ്ഞു, അവൻ പറഞ്ഞു, യഖൂലു അവൻ പറയുന്നു. അതിന്റെ
പാസീവാണ്. ഖീല പറയപ്പെട്ടു. ഖാലയുടെ ഇപ്പൊ നമ്മൾ സാധാരണ ഖതല എന്നുള്ളത് പാസീവ് ആക്കി എങ്ങനെയാണ്? ഖുതില എന്ന് പറഞ്ഞിട്ടാണ്. ഖതല എന്ന് പറഞ്ഞാൽ കൊന്നു, ഖുതില കൊല്ലപ്പെട്ടു. അതുപോലെ ഖാല എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഖാലയുടെ ഇടയിൽ എന്തുണ്ട്? അലിഫ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക്കലി അറബിക്കിൽ അറിയേണ്ട കാര്യങ്ങളാണ്. ഈ ഖാല എന്ന വാക്കിന്റെ ഇടയിൽ അലിഫ് ഉണ്ട്. അതുപോലെ ശരിക്കും ഇത് ഖൗല് എന്നുള്ള വാക്കാണ്, വാവിൻ ഒക്കെ വരുന്നത്. അപ്പൊ ഇല്ലത്തിന്റെ ഒരു അക്ഷരം ഒരു വാക്കിൽ വന്നാൽ അത് പ്രശ്നമാണ്. ഇല്ലത്തിന്റെ അക്ഷരം അലിഫ്, വാവോ, യാവോ ഏതെങ്കിലും ഒരു വാക്കിലുണ്ടെങ്കിൽ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കളിക്കൂല. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ മുളാരി ആക്കിയാൽ ചിലപ്പോൾ ശരിയാവൂല. നിങ്ങൾ സാധാരണ ഒരു നോർമൽ റൂൾ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? ഇപ്പൊ കാലം നമ്മൾ എങ്ങനെയാണ് ശരിക്കും പാസീവ് ആക്കുക? കത്തല കുത്തില പോലെയാണെങ്കിൽ കൂല എന്നാക്കൂല്ലേ? കാല കൂല ശരിയാവോ? ശരിയാവില്ല. തീല എന്നാണ് ആവുള്ളൂ. അതാ പറഞ്ഞ ഇല്ലത്തിന്റെ അക്ഷരങ്ങളിൽ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഖീല എന്നാണ് പറയപ്പെട്ടു എന്നുള്ളതിന്. ഇതാ ഖീല പറയപ്പെട്ടാൽ, ലഹും അവരോട് പറയപ്പെട്ടാൽ, എന്ത് പറയപ്പെട്ടാൽ? ആമിനു നിങ്ങൾ വിശ്വസിക്കൂ. അതായത് ആമിനു എന്നുള്ളൊരു കൽപ്പന ക്രിയയാണ്. ആമന യുമിനു ആമിൻ എന്നാണ് ശരിക്കും ട്ടോ. ആമന എന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിച്ചു, യുമിനു അവൻ വിശ്വസിക്കുന്നു. ഇത് ഖുറാനിൽ ഒരുപാടുണ്ട്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസി. അപ്പൊ ആമിൻ എന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്ക്. ആമിനൂ എന്ന് പറഞ്ഞ വാവിടുമ്പോ നിങ്ങൾ വിശ്വസിക്കൂ. ആമിനു എന്ത് വിശ്വസിക്കൂ? ബിമാ അൻസലല്ലാഹു, ബി എന്ന് പറഞ്ഞ കൊണ്ട്, മാ എന്താണോ, അൻസലല്ലാഹു അള്ളാഹു ഇറക്കിയത്. അൻസല എന്ന് പറഞ്ഞാൽ ഇറക്കി, അള്ളാഹു ഇവിടെ ആരാണ് ഇറക്കിയത്? ഫായിൽ ആരാണ്? അള്ളാഹു ആണ്. അപ്പൊ അള്ളാഹു അൻസല അള്ളാഹു ഇറക്കിയത് മാ എന്താണോ അതുകൊണ്ട് ആമിനു നിങ്ങൾ വിശ്വസിക്കൂ. അതായത് ഖുർആനിൽ വിശ്വസിക്കാനാണ് പറയുന്നത്. വൈദാ ഖീല അവരോട് പറയപ്പെട്ടാൽ ലഹും എന്ന് പറഞ്ഞാൽ അവരോട്, ആമിനു നിങ്ങൾ വിശ്വസിക്കൂ, ബിമാ കൊണ്ട് ഒരു സാധനം കൊണ്ട്, എന്താണ്? അൻസലല്ലാഹു അള്ളാഹു ഇറക്കിയത് എന്താണോ അതുകൊണ്ട് വിശ്വസിക്കാൻ പറഞ്ഞാൽ ഖാലു അവർ പറയും. ഇവിടെ അവർ പറഞ്ഞു എന്നാണ് ശരിക്കും. ഇതൊരു ഖുറാനിൽ കോണ്ടെക്സ്റ്റ് വെച്ച് പറയുമ്പോൾ അവർ ഇങ്ങനെയാണ് പറയാന്നാണ് പറയുന്നത്. അവർ പറഞ്ഞു. എന്ത് പറഞ്ഞു? നുഅ്മിനു ഞങ്ങൾ വിശ്വസിക്കുന്നു. അതായത് ഖുർആനിൽ വിശ്വസിക്കാൻ പറഞ്ഞ അവർ പറയുന്ന വാക്ക് എന്താന്ന് വെച്ചാൽ നുഅ്മിനു ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്ത് വിശ്വസിക്കുന്നു? ബിമാ ഉൻസില അലൈന ഞങ്ങളുടെ മേൽ ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതായത് അവരുടെ മേൽ ഇറക്കപ്പെട്ടത് എന്തായിരുന്നു? തൗറാത്ത്, ഇഞ്ചീല്, സബൂർ പോലെയുള്ള മുൻ വേദങ്ങളാണ് അവർ പറയുന്നത്. ഞങ്ങൾ അതിലൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. ഖാലു അവർ പറഞ്ഞു, നുഅ്മിനു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് ട്ടോ. നാ വെച്ച് തുടങ്ങുന്നോണ്ട്. ആമന യുഅ്മിനു എന്നല്ലേ അതിന്റെ മുളാരി? ആമന എന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിച്ചു, യുഅ്മിനു അവൻ വിശ്വസിക്കുന്നു. അതിന് നൂനിടുക, യാ മാറ്റി നൂനിടുമ്പോ നുഅ്മിനു ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് മുളാരിയാണ്. അപ്പൊ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ കൊണ്ട്, മാ എന്താണോ, ഉൻസില ഇറക്കപ്പെട്ടു. അവിടെ മേലെ അഞ്ചലയുടെ നേരെ തന്നെയാണ്, പാസീവാണ് ട്ടോ ഇറക്കപ്പെട്ടു എന്ന്. അഞ്ചല എന്ന് പറഞ്ഞാൽ ഇറക്കി, ഉൻസില ഇറക്കപ്പെട്ടു. എന്തുകൊണ്ടായി ഇറക്കപ്പെട്ടു എന്നാവാൻ കാരണം? ആ എന്നുള്ളത് ഊ ആക്കി. അത് സാധാരണ അക്ഷരം പോലെ. ഇതിൽ ഇല്ലത്തിന്റെ അക്ഷരം ഇല്ലല്ലോ. അലിഫോ വാവോ യാവോ ഇല്ലാത്ത ജസ്റ്റ് ആ എന്നുള്ളത് ഊ ആക്കിയാൽ തന്നെ പാസീവ് ആവും. ഇറക്കപ്പെട്ടു. ഉൻസില ബിമാ ഉൻസില അലൈന ഞങ്ങളുടെ മേൽ. അല പ്ലസ് ന ആണ് ഞങ്ങളുടെ മേൽ. അല എന്ന് പറഞ്ഞാൽ ഓൺ, ന ഞങ്ങളുടെ. അപ്പൊ ഞങ്ങളുടെ മേൽ ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പൊ അവര് പറയുന്ന ഖുർആൻ വിശ്വസിക്കാൻ പറഞ്ഞ ഇതെന്താണ് ഇങ്ങനെ പറയുന്നത്? ഞങ്ങളുടെ മേൽ ഇറക്കപ്പെട്ടത് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടല്ലോ. സബൂറും അതൊക്കെ പറയുന്നത്. ആൻഡ് യക്ഫുറൂന അവർ നിഷേധിക്കുന്നു. കഫറ യക്ഫുറു ആണ്, യക്ഫുറൂന എന്നാണ് കേട്ടോ. കഫറ നിഷേധിച്ചു, യക്ഫുറു നിഷേധിക്കുന്നു. യക്ഫുറൂന വാവ് നൂനിടുമ്പോ അവർ നിഷേധിക്കുന്നു. ബി കൊണ്ട്, മാ എന്താണോ, വറാഅഹു ഇവിടെ വറാ എന്ന് മാത്രമാണ് വാക്ക് പഠിക്കേണ്ടതുള്ളൂ. വറാ എന്ന് പറഞ്ഞാൽ പിന്നിൽ എന്നാണ് ആക്ച്വലി. വറാഇന്റെ ഓപ്പോസിറ്റ് എന്താണ്? അമാമ. അമാമ എന്നാണ്. അമാമ എന്ന് പറയുന്നത് അമാമൽ മദ്രസത്തി ഉസ്താൻ എന്നൊക്കെ മദ്രസയിൽ അറബി പഠിച്ചവർക്ക് അറിയാമായിരിക്കും. മദ്രസയിലൊക്കെ അങ്ങനെ മദ്രസയിലെ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ രീതിയിൽ അറബി പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ മദ്രസയിൽ അറബി പറഞ്ഞു കൊടുക്കാൻ കഴിയും. അപ്പൊ വറാ എന്ന് പറഞ്ഞ പിന്നിൽ, വറാഅഹു അതിന്റെ പിന്നിൽ. ഇതിന്റെ പിന്നിലാണ് ഈ ഖുറാന്റെ പിന്നിൽ ഇറക്കിയത് എന്നാ പറയുന്നത്. ബിമാ ഞങ്ങൾ വിശ്വസിക്കുന്ന, വയക്ഫുറൂന അല്ലല്ല സോറി, വയക്ഫുറൂന അവർ നിഷേധിക്കുന്ന എന്തിനാണ്? ബിമാ വറാഅഹു അവര് അതിന് പിന്നിലുള്ളതിനെ നിഷേധിക്കുന്നു എന്ന് പറയുന്നത് അവരുടെ ഗ്രന്ഥങ്ങൾ ഉണ്ടല്ലോ, തൗറാത്ത്, ഇഞ്ചീല്, സബൂർ. അതിനുശേഷം അതിന് പിന്നീട് വന്ന ഗ്രന്ഥമായ ഖുർആനെ നിഷേധിക്കുന്നു എന്നാണ് പറയുന്നത്. അവർ പറയുന്നത് അങ്ങനെയാണ്.
അപ്പൊ അതിനുശേഷം വന്നതിനെ ഞങ്ങൾ യക്ഫുറൂന അവർ നിഷേധിക്കുന്നു. വറാഅഹു എന്ന് പറയുന്നത് അവർ പറഞ്ഞ ആ ഒരു മേലെ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ആ ഒരു ഹു ആണ് അതിന്റെ പിന്നിലുള്ള. ഇനി വഹുവൽ ഹഖ് മുസദ്ദിഖൻ ലിമാ മഅഹും, അതാകട്ടെ സത്യമാണ്. വഹുവൽ ഹഖ് അതാകുന്നു, അതാകട്ടെ സത്യമാകുന്നു. പിന്നെ അതായത് ഈ ഖുർആനെയാണ് പറയുന്നത് ബിമാ വറാഅഹു, അതിന്റെ പിറകിലുള്ളതിനെ ഞങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വഹുവൽ ഹഖു, അതായത് ഈ വിശ്വസിക്കാൻ പറയുന്ന നിഷേധിക്കുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ അവര്, അതാണെങ്കിൽ ഹക്കാണ്. വാ ആൻഡ് ഹുവൽ ഹക്ക്, അതായത് ആ ഖുർആൻ ആണെങ്കിൽ ഹക്ക് സത്യമാണ്. സത്യമാണ്. എങ്ങനെ സത്യമാണ്? മുസദ്ദിഖൻ ലിമാ മഅഹും, മുസദ്ദിഖൻ എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തിക്കൊണ്ട്. കഴിഞ്ഞ ആയത്തിൽ പഠിച്ചതാണല്ലോ ഈ വാക്ക് അല്ലെ? കഴിഞ്ഞ ഏതോ മുന്നത്തെ ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടല്ലോ. വലമ്മ ജാഅഹും കിതാബും മിൻ ഇന്ദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും അല്ലെ? അവർക്ക് അവരുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് എന്ന് 89-ാമത്തെ ആയത്തിൽ പഠിച്ചതാണ്. അതേ വാക്ക് തന്നെയാണ് ഇത് ഇന്നത്തെ ആയത്തിലുള്ളത്. അപ്പൊ അതിങ്ങനെ കൂടുതൽ പറയേണ്ടതില്ലല്ലോ അല്ലെ? അപ്പോ അതാ പറഞ്ഞത് ഖാലു നുഅ്മിനു ബിമാ അൻസൽ, മുസദ്ദിഖ് എന്ന് പറഞ്ഞ സത്യപ്പെടുത്തിക്കൊണ്ട്, ലി കൊണ്ട് എന്ന് പറയുന്നത് മാ എന്താണോ മാഹും അവരുടെ അടുത്ത്, അവരുടെ കൂടെ, മാ എന്ന് പറഞ്ഞ കൂടെ, കൂടെ ഉള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട്. അപ്പൊ അതായത് ഈ പിന്നെ ഈ തൗറാത്തിനെ ഇഞ്ചീലിനെ സബൂറിനെ എല്ലാം സത്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഖുർആനും വന്നിട്ടുള്ളത്. അതായത് അതിലൊക്കെ ഉള്ള അതന്നെയാണ് ഇതിലും ഉള്ളത് എന്നാണ് പറഞ്ഞു വരുന്നത്. എന്നിട്ട് അള്ളാഹ് ചോദിക്കണം, ഖുൽ അവരോട് പറയുക, അവരോട് ചോദിക്കുക, അതിനാൽ ലിമ എന്തുകൊണ്ട്, എന്നിട്ട് എന്താണ്, ലിമ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, വൈ എന്നാണ് അർത്ഥം ട്ടോ. ലിമ എന്ന് പറഞ്ഞാല് അതിനാൽ, അല്ലെങ്കിൽ അപ്പോൾ, എന്നിട്ട് ലിമ അവരിങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അതായത് പിന്നെ ഞങ്ങൾ അതിന് ശേഷമുള്ളത് നിഷേധിക്കുന്നു. എന്നിട്ട് അള്ളാഹ് പറയാണ് വഹുവൽ ഹഖ് മുസദ്ദിഖൻ ലിമാ മഅഹും. ശരിക്കും അവരിങ്ങനെയൊക്കെ പറയുമ്പോഴും അവരുടെ പക്കലുള്ളതിന് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴൊക്കെ അവർ വിചാരിക്കുന്ന എന്താണ്, അത് മുസദ്ദിഖൻ ലിമാ മഅഹും, ഈ ഖുർആൻ വഹുവൽ ഹഖാണ്, സത്യമാണ്, അവരുടെ അടുത്ത് അവർ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ആ വേദങ്ങളൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഖുർആനും വന്നിട്ടുള്ളത്. എന്നിട്ട് എന്താണ് എന്ന് പറയാണ്, ഖുൽ നീ അവരോട് പറയുക, പ്രവാചകനോട് പറയാണ്, ഖുൽ ഫലിമ അതിനാൽ, ലിമ എന്തുകൊണ്ടാണ്, തഖ്തുലൂന നിങ്ങൾ കൊല്ലുന്നു. തഖ്തുലൂന എന്നുള്ള വാക്ക് ഖതല യഖ്തുലൂനാണ്. ഖതല എന്ന് പറഞ്ഞാൽ കൊന്നു, യഖ്തുലു കൊല്ലുന്നു, തഖ്തുലു താന്ന് തുടക്കത്തിൽ വരുമ്പോ നീ കൊല്ലുന്നു, പിന്നെ ലാസ്റ്റ് വാവുനൂനും തഖ്തുലൂന എന്നാകുമ്പോ നിങ്ങൾ കൊല്ലുന്നു. ഗ്രാമറിന്റെ ബേസിക് പഠിച്ചു വെക്കുക. താ തുടക്കത്തിൽ വരുമ്പോൾ നീ അല്ലെങ്കിൽ നിങ്ങൾ, നീ ആവുക, ലാസ്റ്റ് വാവും നൂനും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലൂരൽ ആവും. ഇല്ല താ മാത്രമേ വാവും നൂനും ഇല്ലെങ്കിൽ നീ കൊല്ലുന്നു എന്നാവും. ലിമ തഖ്തുലൂന നിങ്ങൾ എന്തുകൊണ്ടാണ് കൊല്ലുന്നത്, അംബിയാ അല്ലാഹി അള്ളാഹുവിന്റെ അമ്പിയാക്കളെ. അമ്പിയാക്കൾ എന്നുള്ളത് പ്രവാചകന്മാർ അല്ലെങ്കിൽ നബിമാർ. നബി എന്നതിന്റെ ജമ്മാണ് അംബിയ. മിൻ ഖബല് മുമ്പ്, ഇതിനു മുമ്പ് നിങ്ങൾ എങ്ങനെ കുറെ പ്രവാചകന്മാരെ കൊന്നിട്ടുണ്ടല്ലോ. ഇവര് എന്താ പറയാ ഈ യഹ്യ നബി, അതുപോലെ പ്രവാചകന്മാരെ കൊല്ലൽ ജൂതന്മാരുടെ ഒരു കൾച്ചറായിരുന്നു, അവരുടെ സംസ്കാരമായിരുന്നു അത്, അവർ കൊല്ലുക എന്നുള്ളത്. മിൻ ഖബൽ നിങ്ങൾ മുമ്പ് പ്രവാചകന്മാരെ എന്തുകൊണ്ടാണ് കൊന്നത്, ഇൻ കുൻതും മുഅ്മിനീൻ, ഇതിൽ മുഅ്മിനീൻ കാണുന്നില്ല അല്ലെ? ഇൻ കുൻതും നിങ്ങളാണെങ്കിൽ, മുഅ്മിനീൻ വിശ്വാസികൾ, മുഅ്മിൻ എന്നുള്ളതിന്റെ പ്ലൂറലാണ് മുഅ്മിനീൻ, മുഅ്മിന്റെ പ്ലൂറലാണ് മുഅ്മിനീൻ. കാഫിറിന്റെ മുഅ്മിനീന്റെ ഓപ്പോസിറ്റ് എന്താണ്, കാഫിരീൻ. മുഅ്മിന്റെ ഓപ്പോസിറ്റ് കാഫിർ, മുഅ്മിനീന്റെ ഓപ്പോസിറ്റ് കാഫിരീൻ അല്ലെങ്കിൽ കുഫാർ എന്നും പറയാം. അപ്പൊ ഇവിടെ ആയത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കും. മൊത്തത്തില് ഖുറാനിൽ നോക്കി പറയൂട്ടോ. വൈദാ ഖീല ലഹും അവരോട്, ഖീല പറയപ്പെട്ടാൽ, ഇതാ എന്നാൽ ആമിനു നിങ്ങൾ വിശ്വസിക്കൂ, ബി എന്ന കൊണ്ട്, മാ അൻസലല്ലാഹു അള്ളാഹു ഇറക്കിയതിന് എന്താണോ അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ, ഖാലു അവര് പറയും, നുഅ്മിനു ഞങ്ങൾ വിശ്വസിക്കുന്നു, ബിമാ എന്താണോ, ഉൻസില ഇറക്കപ്പെട്ടത്. വ്യത്യാസം മനസ്സിലാക്കണേ. മുന്നേ അൻസലയായിരുന്നു, ഇവിടെ ഉൻസില എന്നാണ്. ഉൻസില ഇറക്കപ്പെട്ടത്, അലൈന ഞങ്ങളുടെ മേൽ ഇറക്കപ്പെട്ടതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. നുഅ്മിനു വയക്ഫുറൂന അവർ നിഷേധിക്കുന്നു, ബിമാ അവരിങ്ങനെ പറഞ്ഞു ഇവിടെ നിർത്തിട്ടോ. നോക്കൂ, ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയാണ് അവര്. നുഅ്മിനു ഞങ്ങൾ, പിന്നെ ഇവിടെ ആൻഡ് യക്ഫുറൂന അവർ നിഷേധിക്കുന്നു ഖുർആൻ പറയാണത്. യക്ഫുറൂന അവർ നിഷേധിക്കുന്നു, ബിമാ വറാഅഹു അതിന് ശേഷമുള്ളത്, അതായത് അതിന് പിന്നിലുള്ളതിനെ അവർ നിഷേധിക്കുന്നു. വഹുവൽ ഹഖ് അതാണെങ്കിലോ നല്ല യഥാർത്ഥമാണ്, സത്യമാണ്. മുസദ്ദിഖൻ ലിമാ മാഹും അവരുടെ അടുത്തുള്ളത് എന്താണോ അതിനെ മുസദ്ദിഖാക്കുന്നതാണ് ഈ ഒരു ഖുർആൻ, സത്യപ്പെടുത്തുന്നതാണ് ഈ ഖുർആൻ.
എന്നിട്ട് ഖുൽ അവരോട് പറയുക ഫലിമ അതിനാൽ ലിമ എന്തുകൊണ്ടാണ് തഖ്തുലൂന നിങ്ങൾ കൊല്ലുന്നത് അംബിയാ അല്ലാഹി അള്ളാഹുവിന്റെ അമ്പിയാക്കളെ മിൻ ഖബൽ മുമ്പ് നിങ്ങൾ എന്താ അങ്ങനെ കൊന്നിരുന്നത് എന്നുള്ള ഇപ്പൊ പ്രവാചകന്റെ കാലത്തുള്ള കുറേശികളാണല്ലോ ഇവിടെ ഉള്ളത് ഇൻ കുന്തും മുഅ്മിനീൻ ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ മുഅ്മിനീൻ വിശ്വാസികൾ എന്ന് പറയുന്ന ഈ വിശ്വാസികൾ ഉണ്ടല്ലോ അവർ വിശ്വാസികൾ നുഅ്മിനു എന്ന് പറഞ്ഞല്ലോ മോളില് ഞങ്ങൾ ഭയങ്കര വിശ്വസിക്കുന്നവരാണ് എന്നുള്ള അപ്പൊ പിന്നെന്താ നിങ്ങൾ പ്രവാചകന്മാരൊക്കെ കൊന്നിരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ ഒരു ആയത്തില് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ആയത്ത് എന്തുകൊണ്ടാണ് ഞാൻ ഓരോ ആയത്ത് അതിന്റെ വാക്ക് പറയുമ്പോഴേ അതിനർത്ഥം പറഞ്ഞിരുന്നു. അവര് വിശ്വസിക്കുന്നത് ഖുർആനിൽ വിശ്വസിക്കാതെ അവർ പറഞ്ഞിരുന്ന വാക്കാണ് ഖാലൂ നുഅ്മിനു ബിമാ ഉൻസില ഇലൈനാ ഞങ്ങൾക്കിടയിൽ. അപ്പൊ അള്ളാഹ് ചോദിക്കാണ് നിങ്ങൾക്ക് ഒപ്പമുള്ള ആ ഒരു ഗ്രന്ഥങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവര് ഖുർആനിലും വിശ്വസിക്കണം. കാരണം എന്താണ് ആ ഖുർആൻ എന്ന് ആ ഒരു ഗ്രന്ഥങ്ങളൊക്കെ തന്നെ പിന്നെ അവരുടെ അടുത്തുള്ള ഇതിനെ ഖുർആൻ എന്ന ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നൊക്കെ അവരിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഖുർആൻ വന്നതും പ്രവാചകൻ വന്നതും ഒക്കെ. എന്നിട്ട് എന്താ അവർ ഇത്ര വിശ്വാസികളാണെങ്കിൽ അവരെന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തതും പ്രവാചകന്മാരെ കൊല്ലുന്ന ഒരു സ്വഭാവം അവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇതിൽ പറയാനുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു തഖ്തുലൂന എന്ന വാക്കാണ് ഉപയോഗിച്ചത് ഇവിടെ. ഫലിമ തഖ്തുലൂന എന്നാ ഉപയോഗിച്ചത്. തഖ്തുലൂന എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രസന്റ് ടെൻസ് അല്ലേ? ഇപ്പൊ അവര് പ്രവാചകനെ കൊല്ലുന്നില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ തഖ്തുലൂന എന്ന വാക്ക് ഉപയോഗിച്ചത് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. നിങ്ങൾ എന്തുകൊണ്ട് കൊന്നു എന്നല്ല ചോദിച്ചത്. ലിമ ഖത്തല എന്നുള്ളതല്ല പറഞ്ഞത്. ലിമ ഖത്തലു എന്നല്ല തഖ്തുലൂന നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ തഖ്തുലൂന എന്ന വാക്ക് ഉപയോഗിച്ചത്. പണ്ടാണ് അവർ മുമ്പാണ് അവർ കൊന്നിട്ടുള്ളത് കുറെ പ്രവാചകന്മാർ. പക്ഷെ അങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചാല് അതിന്റെ കാരണമായിട്ട് തഫ്സീറിൽ പറയുന്നത് ഈ പിന്നെ അവര് ഈസാ നബിനെ ശരിക്കും അവര് കൊന്നു എന്നാണല്ലോ അവർ വാദിക്കുന്നത്. ശരിക്കും അള്ളാഹു ഈസാ നബിയെ ഉയർത്തിയതാണ്. ഖിയാമത്ത് നാളാവുമ്പോ ഈസാ നബി വീണ്ടും വരുമല്ലോ. പക്ഷെ അവര് കൊന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഇപ്പോഴും. ഈ പ്രവാചക ഹത്യ ഉണ്ടല്ലോ ഈ പ്രവാചകന്മാരെ കൊല്ലുന്ന ഒരു പ്രവണത അവരിപ്പോഴും അവരുടെ ഉള്ളിൽ ആ കൾച്ചർ ഉണ്ട് ആ ഒരു സ്വഭാവം. അപ്പൊ അവരുടെ ശരിക്കുള്ള ആഗ്രഹം എന്താന്ന് വെച്ചാൽ പ്രവാചകൻ നമ്മുടെ മുഹമ്മദ് നബി അവർ കൊന്നിട്ടില്ലെങ്കിലും കൊല്ലണം എന്നുള്ള അവരുടെ ഹൃദയത്തിൽ ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും മദീനയിൽ വെച്ചിട്ട് പ്രവാചകനെ ചതിച്ചത് കാര്യം നിങ്ങൾക്കറിയാം. പ്രവാചകൻ എന്തോ ഒരു കാര്യത്തിന് അവരെ കോട്ടയിലേക്ക് വിളിച്ചിട്ട് പ്രവാചകൻ ആ കോട്ടയുടെ താഴെ ഇരിക്കുന്ന സന്ദർഭത്തില് മുകളിൽ നിന്ന് വലിയൊരു പാറക്കല്ല് പ്രവാചകന്റെ തലയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്ത് ഇടാൻ നോക്കുമ്പോ അള്ളാഹുവിന്റെ വഹി ലഭിക്കുകയും പ്രവാചകൻ പെട്ടെന്ന് അവിടുന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തൊരു സന്ദർഭം ഉണ്ടായത്. അത് ഇവർക്ക് ഇവിടെ ഹൃദയത്തിൽ ഇപ്പോഴും അവർക്ക് ഈ പ്രവാചകനെ കൊല്ലണം എന്ന് തന്നെയാണ് അവരുടെ ആ ഒരു ഉള്ളിലുള്ള പക. അതുകൊണ്ടാണ് ഇവിടെ മാനസികമായിട്ട് അവർ ഇപ്പോഴും പ്രവാചകന്മാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിൽ ഇവിടെ തഖ്തുലൂന എന്ന വാക്ക് ഉപയോഗിച്ചത് എന്നാണ് പറഞ്ഞു വരുന്നത് തഫ്സീറിൽ. ഇത് 91-ാമത്തെ ആയത്താണല്ലോ അല്ലെ? അതാണ്. അപ്പൊ നമുക്ക് നിർത്താം ഈ ഒരു ആയത്ത്. പിന്നെ ഇതില് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഈ റെക്കോർഡിംഗ് അവസാനിപ്പിച്ച് നമുക്കത് ചെയ്തു നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ടെസ്റ്റ് നടത്താനുണ്ട്. അപ്പൊ ഈ രണ്ടായത്ത് തറവായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ.